കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന കട്ടപ്പനയിൽ നിന്നുള്ള സമരഭടന്മാർക്ക് യാത്രയയപ്പും വിളംബര ജാഥയും 14-ാം തീയതി നടത്തും. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പരിപാടിയിൽ കട്ടപ്പനയിൽ നിന്നും 11 പേർ പങ്കെടുക്കും. സ്വദേശി വിദേശി കുത്തകകളിൽ നിന്നും ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന്മേൽ സെസ് ഏർപ്പെടുത്തുക, വാടകയ്ക്ക് മേലുള്ള GST നിന്നും വ്യാപാരികളെ പൂർണ്ണമായും ഒഴിവാക്കുക, GST കൗൺസിൽ തീരുമാനങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രം നടപ്പിലാക്കുക, ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫെബ്രുവരി 18-ാം തീയതി പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. സമരത്തിന് മുന്നോടിയായി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കട്ടപ്പന യൂണിറ്റിൽ നിന്നും പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന സമരഭടന്മാർക്ക് യാത്രയയപ്പും വിളംബര ജാഥയും വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടത്തപ്പെടും. ഇവിടെ നിന്ന് 10ഓളം പ്രതിനിധികൾ 12ഓളം പ്രതിനിധികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. അതിന് പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നു. അതിനുവേണ്ടി ഡൽഹിക്ക് പോകുന്നു. ജില്ലയിൽ നിന്ന് 200-ലധികം സമരഭടന്മാർ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് നാളെ വൈകിട്ട് 5 മണിക്ക് ഒരു വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് 14/2/2025 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഒരു യാത്രയും വിളംബര ജാഥയും നടത്തുന്നതാണ്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ജാഥയ്ക്കും യാത്രയയപ്പ് സമ്മേളനത്തിനും യൂണിറ്റ് ഭാരവാഹികൾ നേതൃത്വം നൽകും. കട്ടപ്പനയിൽ നിന്നും 11 പേരും ഇടുക്കി ജില്ലയിൽ നിന്നും 20 പേരും കേരളത്തിൽ നിന്നും 5000 പേരുമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ്, ജനറൽ സെക്രട്ടറി PK ജോഷി കുട്ടട, ട്രഷറർ KP ബഷീർ, വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ്, അഡ്വക്കേറ്റ് MK തോമസ്, ബൈജു വേമ്പേനി, രാജേന്ദ്രക്കുറുപ്പ്, TM ജോമോൻ, സാജു പട്ടർമഠം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.